ഇന്നലെ മൊത്തവും ചാനലിൽ വന്നിരിക്കുന്നത് സൈബർ ആക്രമണമാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ്. ഇതുപോലെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. അവൻ കാരണം തന്നെയാണ് എൻ്റെ മകൾ മരിച്ചത്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത തിരുവനന്തപുരം സ്വദേശിയുടെ പിതാവ് ഇപ്പോൾ ഇതൊരു സൈബർ ബുള്ളിയിങ് അല്ല, എല്ലാവരും പറയുന്നത് പോലെ സൈബർ ബുള്ളിയിങ് അല്ല എന്നാണ് അച്ഛൻ ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിനെ തുടർന്ന് അച്ഛനും സഹോദരനും കേരള കൗമുദിയോട് പ്രതികരിക്കുകയാണ്. പരാതി കൊടുത്തിരിക്കുന്നത് എൻ്റെ വൈഫാണ് എൻ്റെ പരാതി കൊടുത്തിരിക്കുന്നത്. പ്രധാനപ്പെട്ടായിട്ട് അങ്ങനെ ഇതില്ല. കാരണം ഇപ്പം ഇന്നലെ മൊത്തവും ചാനലിൽ വന്നിരിക്കുന്നത് സൈബർ ആക്രമണമാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തതെന്നാണ്. അപ്പോൾ എന്താണെന്നുള്ളത് എനിക്കത് അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത്. സൈബർ ആക്രമണം അല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിനോയ് എന്ന് പറയുന്ന പയ്യനായിട്ടാണല്ലോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവരുമായിട്ടാണല്ലോ ഇപ്പം ഈ പിണക്കം ഇതൊക്കെ ആയത്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ. അത് മാത്രമാണ് എൻ്റെ ആവശ്യം. ഇവർ തമ്മിലുള്ള ഒരു ബന്ധം അത് വീട്ടുകാർ അറിഞ്ഞതാണ്. അങ്ങനെയാണ് എന്തൊരു ബന്ധം തമ്മിലുള്ള ഈ ഒരു വീഡിയോ എടുക്കുന്നതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളായാലും ഇവിടെ വന്നിട്ടുണ്ട്. എനിക്കറിയാമല്ലോ. അത് ഞാൻ ഇപ്പോൾ പരാതി ഞാൻ ഇപ്പോൾ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥർ അത് അതിൻ്റെ ആയിട്ട് രീതിക്ക് പോകുന്നു. ഇയാൾ എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. അതിനെക്കുറിച്ചല്ല ഇപ്പം വന്നിരിക്കുന്നത്. സൈബർ ആക്രമണം എന്നല്ലേ ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം അതാണോ എന്ന് എനിക്കും അറിയില്ലേ. ഇല്ല, നല്ല സന്തോഷത്തിൽ തന്നെയാണ് അന്ന് ഇരുന്നത്. അതിന് മുമ്പേയൊക്കെ ഇതായിരുന്നു, സങ്കടമായിരുന്നു, വീഡിയോ ഇല്ല, അങ്ങനെയൊക്കെയാണ്. ഞാൻ ചോദിക്കേണ്ടത് എന്താണ് മക്കളെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇല്ല, ഞാനിന്നും പോയിരുന്നു, തിരക്കി പോയിരുന്നു. അപ്പം അവരത് അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് എൻട്ര പറഞ്ഞത്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. ഭീഷണിയായിട്ട് എൻട്ര അങ്ങനെ പറഞ്ഞില്ല. ഇപ്പം അയാളായിട്ട് മിണ്ടത്തില്ല എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പം 2 ദിവസത്തിന് എന്തോന്ന് ഞാൻ അറിഞ്ഞത് അയാൾക്ക് വേറെ കുട്ടിയായിട്ടൊക്കെ എന്തോ അടുപ്പമുണ്ടെന്നോ എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ചും എനിക്കറിയില്ല. നമ്മൾ രാവിലെ ഇറങ്ങി കുടുംബത്തിന് വേണ്ടി ഇറങ്ങുന്നതാണ്. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. അവിടെ വന്നിട്ടുണ്ടല്ലോ. ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 മാസത്തിനകത്ത് 2 മാസമായി ഏകദേശം ഇങ്ങനെയൊക്കെ. ഈ റീൽ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും അതിൻ്റെ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? ആളാരെന്നും അറിയാമോ? അങ്ങനെയാണ് അക്കൗണ്ട് ചെയ്തിരുന്നത്. അയാൾ ഇതിൽ അക്കൗണ്ട് ചെയ്ത പയ്യൻ്റെ മോൾക്ക് അക്കൗണ്ടില്ല. അവൻ കാരണം തന്നെയാണ് എൻ്റെ മകൾ മരിച്ചത്. ഞാൻ രാവിലെ ഏതോ ഒരു ഇതിൽ വന്നിരുന്നു, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് അവൻ കാരണം തന്നെ എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. ബിനോയ് കാരണം തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അത് ഞാൻ അന്വേഷണത്തിന് വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണം ഇനി ഇതുപോലെ ഒരു പെൺകുട്ടിക്കും വരാൻ പാടില്ല. അതിന് എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. മോള് മരിച്ചു. ഇനി ഇതുപോലെ ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊന്നും വരാൻ പാടില്ല. അതുകൊണ്ട് അവരന്വേഷിക്കും എന്താണെന്നുള്ളത് അതിൻ്റെത് പോലീസ് കണ്ടുപിടിക്കും. സൈബർ ഇടങ്ങൾ കുറച്ചുകൂടി കൈകാര്യം ചെയ്യുന്ന അനിയാണ്. അപ്പോൾ അതിൻ്റെ എന്താണ് ഈ സൈബർ അറ്റാക്കിംഗ് ആണെന്ന് ഏതെങ്കിലും തരത്തിൽ തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിച്ചു പറയാൻ കാര്യം? നമ്മളുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട്. മുമ്പ് മറുപടികളെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വന്ന വീഡിയോക്ക് താഴെ വന്ന കമൻറ്റുകളൊന്നും ഈ മരണത്തിലേക്ക് നയിക്കുന്നതല്ല. അല്ല, സൈബർ അറ്റാക്ക് അവൾക്കൊന്നും അല്ല. ഒന്നും പറഞ്ഞാൽ തിരിച്ചുള്ളതായിട്ട് പറ്റുന്ന ഒരാളാണ്. അതാണെന്ന് ഒരിക്കലും നമ്മൾ പറയുകയില്ല, സമ്മതിക്കുകയില്ല. പറഞ്ഞതുപോലെ ഈ മരണ ദിവസമായാലും അതിന് മുമ്പായാലും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ചേച്ചി? ഇല്ല. ബിനോയിയാണ് ഇതിൻ്റെ കാരണക്കാരൻ തന്നെയാണ് വിശ്വസിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് പൂജപ്പുര പോലീസിന്റെ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. സൈബർ ബുള്ളിയിങ് അല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് പിതാവും സഹോദരനും. കാരണക്കാരായവർ എന്തായാലും പോലീസ് പിടിയിലാകണമെന്നും അറസ്റ്റിലാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നതും. ക്യാമറ പേഴ്സൺ അനൂപിനും അരുൺ ശശിക്കുമൊപ്പം കുഞ്ചു മുരളി, കേരള കൗമുദി.